सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। आज हम 5वीं कक्षा की 5वीं इकाई पढ़ेगी। इकाई का नाम है सपना। सपना सपना अच्छा सपना, आप लोग सपना देखा है? എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് സപ്പന പഠിക്കും. സപ്പന, അത് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വപ്നത്തിനെ പറ്റിയാണ് അല്ലേ? സ്വപ്നം കാണാറുണ്ടോ കൂട്ടുകാരെ? അതെ, എല്ലാവരും സ്വപ്നം കാണാറുണ്ട് അല്ലേ? ശരി, നമുക്ക് സപ്പന ആ ഇക്കായിയിൽ ആ യൂണിറ്റിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 59ാമത്തെ പേജ് എടുക്കൂ. അവിടെ ഒരു ചിത്രമുണ്ടല്ലേ? ആരുടെ ചിത്രമാണത്? महात्मा गांधी जी हमारा राष्ट्रपिता है. महात्मा गांधी जी. महात्मा गांधी जी ने एक सपना देखा है. इस सपना को इस कविता में व्यक्त किया है. അപ്പോൾ 59ാമത്തെ പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 59ാമത്തെ പേജിൽ ഒരാളുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ചിത്രം കണ്ടോ നിങ്ങൾ? ഗാന്ധിജി, മഹാത്മാ ഗാന്ധിജി, അദ്ദേഹം കണ്ട സ്വപ്നം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 59, टाइटल बापू का सपना. बापू का सपना. बापू महात्मा गांधी जी. महात्मा गांधी जी को हम प्यार से बापू कहते हैं. മഹാത്മാ ഗാന്ധിജി നമ്മൾ സ്നേഹത്തോടു കൂടി ബാപ്പു എന്ന് വിളിക്കും അല്ലേ? ബാപ്പു കാ സപ്പന, ഗാന്ധിജിയുടെ സ്വപ്നം അല്ലെങ്കിൽ ബാപ്പുവിൻ്റെ സ്വപ്നം നോക്കാം നമുക്ക്. मैं ऐसे भारत के लिए कोशिश करूँगा. मैं ऐसे भारत के लिए कोशिश करूँगा. मैं ऐसे भारत के लिए कोशिश करूँगा. ഞാൻ ഇങ്ങനത്തെ ഭാരതത്തിന് വേണ്ടി मैं ऐसे भारत के लिए कोशिश करूँगा. कोशिश പരിശ്രമം. कोशिश शब्द का अर्थ है പരിശ്രമം. കരൂങ്ക ചെയ്യും. കോശിഷ് കരൂങ്ക പരിശ്രമിക്കും. मैं ऐसे भारत के लिए കോശിഷ് കരൂങ്ക. ഞാൻ ഇങ്ങനത്തെ ഭാരതത്തിന് വേണ്ടി പരിശ്രമിക്കും. എങ്ങനത്തെ ഭാരതത്തിന് വേണ്ടി? അടുത്ത വരി നോക്കൂ. ജഹാം ഊഞ്ച് നീച്ച് കാ ഭേദഭാവ് നാ ഹോ. ജഹാം, ജഹാം അവിടെ. ജഹാം ഊഞ്ച് നീച്ച്. ഊഞ്ച് നീച്ച്, ഊഞ്ച് ഉയർന്നത്, നീച്ച് താഴ്ന്നത്, കാ ഭേദഭാവ് നാ ഹോ. ജഹാം ഊഞ്ച് നീച്ച് കാ ഭേദഭാവ് നാ ഹോ. അവിടെ ഉയർന്നത് താഴ്ന്നത് എന്ന ഭേദഭാവം ഇല്ലാതെയാവുക അല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കുക. അപ്പോൾ ഗാന്ധിജി കണ്ട സ്വപ്നം ഇതായിരുന്നു. എന്താണ് സ്വപ്നം? ആദ്യം പറയുന്നത് എന്താണ്? ജഹാം ഊഞ്ച് നീച്ച് കാ ഭേദഭാവ് നാ ഹോ. ജഹാം ഊഞ്ച് നീച്ച് കാ ഭേദഭാവ് നാ ഹോ. അവിടെ ഉയർന്നത് താഴ്ന്നത് അല്ലെങ്കിൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നതില്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരും സമന്മാരാണ് എന്നതാണ് ഗാന്ധിജി കണ്ട ആദ്യത്തെ സ്വപ്നം. ഫിർ ജാതിയ മിൽജുൽക്കർ രഹത്തി ഹോ. ജാതിയ, പല ജാതികളുണ്ടല്ലേ നമ്മുടെ ഇന്ത്യയിൽ. ആ ജാതികളെല്ലാം ചേർന്നിട്ട് ജാതിയ മിൽജുൽക്കർ, മിൽജുൽക്കർ കൂടിച്ചേർന്നിട്ട്, മിൽജുൽക്കർ കൂടിച്ചേർന്നിട്ട് രഹത്തി ഹോ. ജാതിയ മിൽജുൽക്കർ രഹത്തി ഹോ. समझ में? ജാതിയ മിൽജുൽക്കർ രഹത്തി ഹോ. എല്ലാ ജാതികളും ഒരുമിച്ച് ചേർന്ന് മിൽജുൽക്കർ രഹത്തി ഹോ താമസിക്കുക, താമസിക്കും എന്നത് അല്ലെങ്കിൽ താമസിക്കണം എന്നുള്ളത്. സ്ത്രീ പുരുഷക്ക സമാൻ അധികാർ ഹോ. അതുകൂടാതെ സ്ത്രീ പുരുഷക്ക സമാൻ അധികാർ ഹോ. സ്ത്രീക്കും പുരുഷനും സമാനമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് സ്ത്രീയും പുരുഷനും ഈക്വൽ ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. രണ്ടുപേർക്കും സമൂഹത്തിൽ ഒരേ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് ഗാന്ധിജി കണ്ട അടുത്ത സ്വപ്നം. ഓർ ദുനിയാ സെ ഹമാരാ സംബന്ധ. ഓർ ദുനിയാ സെ, ദുനിയ ലോകം, സെ ഹമാരാ സംബന്ധ. ഹമാരാ സംബന്ധ നമ്മുടെ സംബന്ധം. ശാന്തി ഓർ ഭായിചാരെ കാ ഹോ. ശാന്തി, ശാന്തി സമാധാനം, ഭായിചാര സാഹോദര്യ, ഭായിചാര കാ ഹോ. യഹി ഹേ മേരെ സപനോം കാ ഭാരത്. അപ്പം ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം? ശാന്തി, ശാന്തി സമാധാനത്തിനും പിന്നെ ഭായിചാര, ഭായിചാര സാഹോദര്യത്തിനുമായിരിക്കണം. യഹി ഹേ മേരെ സപനോം കാ ഭാരത്. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യ. അപ്പം മനസ്സിലായല്ലോ, ഗാന്ധിജി
അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഗാന്ധിജി കണ്ട സ്വപ്നം എന്താണെന്ന്. നമുക്കൊന്നും കൂടി നോക്കാം. നോക്കൂ കൂട്ടുകാർ, मैं ऐसे भारत के लिए कोशिश करूँगा, ഞാൻ ഇങ്ങനത്തെ ഭാരതത്തിന് വേണ്ടി പരിശ്രമിക്കും. ജഹാ മൂഞ്ച് നീച്ച് കാ ഭേദഭാവ നാ ഹോ, അവിടെ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ഭേദഭാവം ഇല്ലാതെയാകുക. ജാതിയാ മിൽജുൽ കർ രഹതി ഹോ, എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുക. സ്ത്രീ പുരുഷക്ക സമാന അധികാർ ഹോ, സ്ത്രീക്കും പുരുഷനും ഒരേ അധികാരമായിരിക്കണം, ഒരേ സ്വാതന്ത്ര്യമായിരിക്കണം, രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം, തുല്യരാകണം. और दुनिया से हमारा संबंध ശാന്തി ഓർ ഭായിചാരേ കാഹോ, ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കണം? ശാന്തി ഓർ ഭായിചാര, ശാന്തി സമാധാനവും ഭായിചാര സാഹോദര്യവും ഉള്ളതായിരിക്കണം. യഹി ഹേ മേരെ സപനോം കാ ഭാരത്, യഹി ഹേ മേരെ സപനോം കെ ഭാരത്, ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യ. समझ लिया होगा गांधी जी का सपना. गांधी जी का सपना क्या क्या है? पहला है मैं ऐसे भारत के लिए कोशिश करूँगा जहाँ ऊंच नीच का भेदभाव ना हो. ഒന്നാമത്തെ സ്വപ്നം ഇതാണ് ഗാന്ധിജി കണ്ടത്. ഇവിടെ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ഭേദഭാവം ഇല്ലാതെ ഇരിക്കുക ഇന്ത്യയിൽ. പിന്നെ രണ്ടാമത് എന്താണ്? ജാതിയ മിൽജുൽക്കർ രഹതി ഹോ, എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ചേർന്ന് ജീവിക്കണം. സ്ത്രീ പുരുഷക്ക സമാന അധികാര ഹോ, സ്ത്രീക്കും പുരുഷനും ഒരേ അധികാരമായിരിക്കണം, ഒരേ സ്വാതന്ത്ര്യമായിരിക്കണം, അവർ ഈക്വൽ ആയിരിക്കണം. ഓർ ദുനിയാ സെ ഹമാര സംബന്ധം, അതുകൂടാതെ ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം? ശാന്തി ഓർ ഭായിചാരക ഹോ, സമാധാനത്തിനും അതേപോലെ ഭായിചാര സാഹോദര്യത്തിനും വേണ്ടിയുള്ളതാകണം. യഹി ഹേ മേരെ സപനോം കാ ഭാരത്, ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഇന്ത്യ. ഇതാണ് ഗാന്ധിജിയുടെ സ്വപ്നം. ഇനി എല്ലാ കൂട്ടുകാരും 61ാമത്തെ പേജ് എടുക്കൂ. 61ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് കവി കാ സപന. കവി കാ സപന, കവി കണ്ട സ്വപ്നം അല്ലെങ്കിൽ കവിയുടെ സ്വപ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. മൻ കർത്താ ഹേ പേട് ബൻകർ സബ്കോ ശീതൾ ഛായാ ദൂം, मन करता है बादल बनकर सबको स्वच्छ पानी दूं, मन करता है दर्पण बनकर सबसे सब दिन सच कहूँ, मन करता है मुस्कान बनकर हर दिन सबसे प्यार करूँ, मन करता है सत्कर्मों से इस धरती पर स्वर्ग रचूं. നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. മൻ കർത്താ ഹേ, മൻ മനസ്സ്, അതായത് കവിയുടെ മനസ്സ് പറയുകയാണ്. മൻ കർത്താ ഹേ, മൻ കർത്താ ഹേ പേട് ബൻകർ, എൻ്റെ മനസ്സ് ഒരു വൃക്ഷമാകാനാണ് ആഗ്രഹിക്കുന്നത്. ബൻകർ, ബൻകർ ആകുക, വൃക്ഷമാവുക. പേട് വൃക്ഷം, ബൻകർ ആകുക. മൻ കർത്താ ഹേ, എൻ്റെ മനസ്സ് പറയുന്നു ഒരു വൃക്ഷമാകണമെന്ന്. എന്തിനായിരിക്കും വൃക്ഷമാകുന്നത്? ചിന്തിച്ച് നോക്കൂ. വൃക്ഷമാകും, മറ്റുള്ളവർക്ക് പഴങ്ങൾ കൊടുക്കുന്നു. അതേപോലെ എന്താണ്? പരോപകാരം, പരോപകാരമാണ് ഒരു വൃക്ഷം നമുക്ക് നൽകുന്നത്. അവയുടെ എല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടായിരിക്കും അല്ലേ കവി വൃക്ഷമാകണമെന്ന് പറഞ്ഞത്. മൻ കർത്താ ഹേ പേട് ബൻകർ സബ്കോ ശീതൾ ഛായാ ദൂം. നോക്കിക്കേ, സബ്കോ ശീതൾ ഛായാ ദൂം, സബ്കോ എല്ലാവർക്കും, ശീതൾ തണുത്തത്, കുളിർമയുള്ളത്, ഛായ നിഴൽ, ധൂം ധൂം നൽകുക. മൻ കർത്താ ഹേ പേട് ബൻകർ സബ്കോ ശീതൾ ഛായാ ദൂം. അപ്പം കവിയുടെ ആദ്യത്തെ സ്വപ്നം ഇതാണ്, ഒരു വൃക്ഷമാകണം, വൃക്ഷമായിട്ട് എല്ലാവർക്കും നല്ല ശീതളമായ തണുത്ത തണൽ നൽകണം. മൻ കർത്താ ഹേ പേട് ബൻകർ സബ്കോ ശീതൾ ഛായാ ദൂം. അടുത്ത് നോക്കൂ, അടുത്ത വരി. മൻ കർത്താ ഹേ ബാദൽ ബൻകർ സബ്കോ സ്വച്ഛ് പാനി ദൂം. മൻ കർത്താ ഹേ, എൻ്റെ മനസ്സ് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ബാദൽ ബൻകർ, ബാദൽ ഒരു മേഘമായിട്ട്, മേഘമായിട്ട്, ബാദൽ മേഘം, ബാദൽ ബൻകർ, ബൻകർ ആയിട്ട്, സബ്കോ സ്വച്ഛ് പാനി ദൂം, സബ്കോ, സബ്കോ എല്ലാവർക്കും, സ്വച്ഛ് ശുദ്ധമായ, പാനി ദൂം, പാനി വെള്ളം, അറിയാലോ. അപ്പം മൻ കർത്താ ഹേ ബാദൽ ബൻകർ സബ്കോ സ്വച്ഛ് പാനി ദൂം. അടുത്ത വരി നോക്കൂ. മൻ കർത്താ ഹേ ദർപ്പൺ ബൻകർ, മൻ കർത്താ ഹേ, എൻ്റെ മനസ്സ് പറയും ദർപ്പൺ. ദർപ്പൺ എന്താണ്? ദർപ്പൺ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. നിങ്ങൾ ഡെയിലി അതിൽ മുഖം നോക്കാറുണ്ട്. എന്താണ് ദർപ്പൺ? അതെ, കണ്ണാടി. മൻ കർത്താ ഹേ ദർപ്പൺ ബൻകർ സബ്സെ സബ് ദിൻ സച്ച് കഹൂ. മൻ കർത്താ ഹേ, എൻ്റെ മനസ്സ് പറയുകയാണ് ഒരു കണ്ണാടിയായിട്ട്, സബ്സെ സബ് ദിൻ സച്ച് കഹൂ. സബ്സെ, സബ്സെ എല്ലാ,
സബ്ദിൻ, സബ്ദിൻ എല്ലാ ദിവസവും. സച്ച് കഹും, സച്ച് എന്ന് പറഞ്ഞാൽ തന്നെ സച്ച് സത്യം, കഹും പറയുക. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഒരു കണ്ണാടിയായിട്ട് എല്ലാ ദിവസവും സത്യം പറയണമെന്ന്. അടുത്ത വരി നോക്കൂ. മൻ കർത്താ ഹെ മുസ്കാൻ ബൻകർ, മൻ കർത്താ ഹെ എൻ്റെ മനസ്സ് പറയുന്നു മുസ്കാൻ ബൻകർ, മുസ്കാൻ പുഞ്ചിരി, പുഞ്ചിരി. ഹർ ദിൻ സബ്സെ പ്യാർ കരും, ഹർ ദിൻ എല്ലാ ദിവസവും, ഹർ ദിൻ സബ്സെ, സബ്സെ എല്ലാവരും, പ്യാർ കരും, പ്യാർ കരും, പ്യാർ സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കണമെന്ന്. മൻ കർത്താ ഹെ മുസ്കാൻ ബൻകർ ഹർ ദിൻ സബ്സെ പ്യാർ കരും. അപ്പോൾ മുസ്കാനായിട്ട്, പുഞ്ചിരിയായിട്ട് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മൻ കർത്താ ഹെ സത്കർമ്മോം സെ ഇസ് ധർത്തി പർ സ്വർഗ് രജും, എൻ്റെ മനസ്സ് പറയുന്നു സത്കർമ്മോം സെ, സത്കർമ്മ നല്ല കർമ്മം, നല്ല പ്രവൃത്തി, സത്കർമ്മം എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തി. ഇസ് ധർത്തി പർ, ധർത്തി ഭൂമി, ധർത്തി ഭൂമി പർ സ്വർഗ് രജുവും, സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗം, ഈ ഭൂമിയെ സ്വർഗമായി രചിക്കണം, ഭൂമിയെ സ്വർഗമാക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. നോക്കൂ, ഇവിടെ കുറേ കവിയുടെ സ്വപ്നങ്ങൾ പറഞ്ഞു. നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടി നോക്കാം. മൻ കർത്താ ഹെ പേട് ബൻകർ സബ്കോ ശീതൾ ഛായാദും. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഒരു വൃക്ഷമായിട്ട് എല്ലാവർക്കും ശീതളമായ തണുപ്പ് നൽകുന്ന, കുളിർമ നൽകുന്ന തണൽ നൽകണമെന്ന്. മൻ കർത്താ ഹെ പേട് ബൻകർ സബ്കോ ശീതൾ ഛായാദും. അടുത്ത വരി നോക്കൂ. മൻ കർത്താ ഹെ ബാദൽ ബൻകർ, മൻ കർത്താ ഹെ മേരാ മൻ കർത്താ ഹെ ബാദൽ ബൻകർ, മേഘമായിട്ട്, ബാദൽ ബൻകർ സബ്കോ സ്വച്ഛ് പാനി ദൂം, എല്ലാവർക്കും ശുദ്ധമായ വെള്ളം കൊടുക്കണമെന്ന്. മൻ കർത്താ ഹെ ദർപ്പൺ ബൻകർ. ഇനി അടുത്ത കവി പറയുന്നത് മൻ കർത്താ ഹെ ദർപ്പൺ ബൻകർ, മനസ്സ് പറയുന്നു ഒരു ദർപ്പണമാകണമെന്ന്, ദർപ്പണം കണ്ണാടിയാകണമെന്ന്. സബ്സെ സബ്ദിൻ സച്ച് കഹും, എല്ലാ ദിവസവും സത്യം പറയണം, ഒരു കണ്ണാടിയായിട്ട്. സബ്സെ സബ്ദിൻ സച്ച് കഹും, എല്ലാ ദിവസവും സത്യം പറയണം. മൻ കർത്താ ഹെ മുസ്കാൻ ബൻകർ, എൻ്റെ മനസ്സ് പറയുന്നു ഒരു പുഞ്ചിരിയാകണമെന്ന്. ഹർ ദിൻ സബ്സെ പ്യാർ കരും, എന്നിട്ട് എല്ലാ ദിവസവും എല്ലാവരെയും സ്നേഹിക്കണം. മൻ കർത്താ ഹെ സത്കർമ്മോം സെ ഇസ് ധർത്തി പർ സ്വർഗ് രജും, എൻ്റെ മനസ്സ് പറയുന്നു എന്താണ് സത്കർമ്മ സെ, സത്കർമ്മോം സെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് ഈ ധർത്തിയെ, ഈ ഭൂമിയെ തന്നെ ഒരു സ്വർഗമാക്കണം, സ്വർഗമായി രചിക്കണം. രജു രചിക്കുക, സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്നതാണ്. അപ്പം മനസ്സിലായല്ലോ കവി കണ്ട സ്വപ്നം, മനസ്സിലായോ കൂട്ടുകാരെ? അപ്പം ഗാന്ധിജി കണ്ട സ്വപ്നം നമ്മൾ പഠിച്ചു, ഇവിടെ നമ്മൾ കവി കണ്ട സ്വപ്നം പഠിച്ചു. ഇനി നമുക്ക് ഒരാളുടെ സ്വപ്നം കൂടി പഠിക്കണം. ബൂന്ദ് കാ സപ്പന, പേജ് നമ്പർ 63, പേജ് നമ്പർ 63 ബൂന്ദ് കാ സപ്പന. ബൂന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂന്ദ്, 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 തുള്ളി, ജലത്തുള്ളി അല്ലേ? ബൂന്ദ് എന്ന് പറഞ്ഞാൽ തുള്ളി. മേഘം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മേഘം, മേഘത്തിലാണ് ഈ തുള്ളികളൊക്കെ ഇരിക്കുന്നത് അല്ലേ? നോക്കാം നമുക്ക്. ബാദൽ മേം ബൈട്ടി ബൂന്ദ്, ബാദൽ മേം ബൈട്ടി ബൂന്ദ്, ബാദൽ മേഘം, ബാദൽ മേം ബൈട്ടി ബൂന്ദ്, ബൂന്ദ് ജലത്തുള്ളി. നീച്ചേക്ക് ഓർ ദേഖ് രഹി ഥി, താഴോട്ട് നോക്കുകയാണ്. ആ ചിത്രം സൂക്ഷിച്ച് നോക്കൂ. ബൂന്ദ്, ബാദൽ മേം ബൈട്ടി, ബാദൽ മേം ബൈട്ടി, മേഘത്തിൽ ഇരുന്ന് കൊണ്ട്. ബൂന്ദ് നീച്ചേക്ക് ഓർ, നീച്ചേക്ക് ഓർ താഴോട്ട്, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, കി ഓർ ദേഖ് രഹി ഥി, മേഘത്തിലിരുന്നു കൊണ്ട് ജലത്തുള്ളി താഴോട്ട് നോക്കുകയായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം. ലഹരാത്തി ഹരിയാലി, ലഹരാത്തി തിരയിളക്കം സൃഷ്ടിക്കുന്ന, ലഹരാത്തി ഹരിയാലി, ഹരിയാലി പച്ചപ്പ്. രംഗ് ബിരംഗെ ഫൂൾ, രംഗ് ബിരംഗെ ഫൂൾ പലതരത്തിലുള്ള പൂക്കൾ. ഗേൽത്തെ ബच्चे കളിക്കുന്ന കുട്ടികൾ, ഗേൽന കളിക്കുക, ബच्चे കുട്ടികൾ. വാഹ് ഏ ധർത്തി കിത്തനി സുന്ദർ ഹെ, വാഹ് ഈ ഭൂമി, ഈ ധർത്തി കിത്തനി സുന്ദർ ഹെ, കിത്തനി സുന്ദർ എത്ര മനോഹരമായിരിക്കുന്നു. ജൽദി ഹി വഹാം പഹുഞ്ചന ഹെ, ജൽദി പെട്ടെന്ന്, ജൽദി ഹി വഹാം പഹുഞ്ചന ഹെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരണം. ജൽദി ഹി വഹാം പഹുഞ്ചന ഹെ. ഫിർ ക്യാ ദാ പിന്നെ എന്തുണ്ടായി? വർഷ ബൻകർ, വർഷ മഴ, വർഷ ബൻകർ മഴയായിട്ട്, ബൂന്ദ് നീച്ചെ ആ ഗിരി, അപ്പം മഴയായിട്ട് ആ തുള്ളി താഴെ വന്നു. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കാം നമുക്ക്. ബാദൽ മേം ബൈട്ടി ബൂന്ദ് നീച്ചെ കി ഓർ ദേഖ് രഹി ഥി,
മേഘത്തിലിരുന്ന് ബൂന്ത് ബൂന്ത് മഴത്തുള്ളി അല്ലെങ്കിൽ ജലത്തുള്ളി നീച്ചേക്ക് ഓർ ദേഖ് രഹി ഥി താഴോട്ട് നോക്കുകയായിരുന്നു. ലഹരാത്തി ഹരിയാലി തിരയിളക്കം സൃഷ്ടിക്കുന്ന പച്ചപ്പ്, ഹരിയാലി പച്ചപ്പ്. രംഗ് ബിരംഗെ ഫൂൽ പല നിറത്തിലുള്ള പൂക്കൾ. ഗേൽത്തെ ബെച്ചെ കളിക്കുന്ന കുട്ടികൾ. വാഹ് വാഹ് യഹ് ധർത്തി കിത്നി സുന്ദർ ഹെ, വാ ഈ ഭൂമി എത്ര മനോഹരമാണ്. കിത്നി സുന്ദർ ഹെ, ജൽദി ഹി വഹാം പഹുഞ്ചന ഹെ, എത്രയും പെട്ടെന്ന് തന്നെ, ജൽദി ജൽദി പെട്ടെന്ന്, ജൽദി ഹി വഹാം പഹുഞ്ചന ഹെ, അവിടെ എത്തിച്ചേരണം. ഫിർ ക്യാ ഥാ, പിന്നെ എന്തായി? വർഷ ബൻകർ ബൂന്ദ് നീച്ചെ ആ ഗിരി, മഴയായിട്ട് ആ തുള്ളി താഴോട്ട് വന്നു. അങ്ങനെ ആ ജലത്തുള്ളി താഴോട്ട് വന്നു അല്ലേ. താഴോട്ട് വന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നോക്കൂ. പേജ് നമ്പർ 64. നദി കി ലഹരോമേൻ തയർക്കർ, നദി കി ലഹരോമേൻ, നദി നദി, ലഹരോം തിരമാലകൾ, മേ തയർക്കർ, തയർന നീന്തുക, തയർന നീന്തുക. ആ ജലത്തുള്ളി നോക്കിയോ, ചിത്രത്തിൽ നോക്കി നോക്കൂ. നദി കി ലഹരോമയും തയർക്കർ, ആ നദിയിലെ തിരമാലയിൽ നീന്തിയിട്ട് തയർക്കർ. ഗേത്തോം കോ സിഞ്ചാക്കർ, ഗേത്തോം വയലുകൾ, ഗേത്തോം കോ സിഞ്ചാക്കർ, സിഞ്ചാന നനയ്ക്കുക, വയലുകളെ നനച്ചിട്ട്. ഗാവോം സെ ഹോക്കർ, ഗാവ് ഗ്രാമം, ഗാവോം സെ ഹോക്കർ ഷഹർ കി ഏക് ടങ്കിമയും ഗിർപടി. ചിത്രം നോക്കൂ. അവസാനം അതെന്ത് ചെയ്തു? ഗ്രാമത്തിലെ ഒരു ടാങ്കിലകപ്പെട്ടു. എന്താണ് പറഞ്ഞത് നോക്കൂ, ഒന്നും കൂടെ നോക്കൂ. നദി കി ലഹരോമയും തയർക്കർ, നദിയിലെ ഓളങ്ങളിൽ കൂടെ നീന്തിയിട്ട്. തയർക്കർ ഗേത്തോം കോ സിഞ്ചാക്കർ, വയലിനെ നനച്ചിട്ട്. ഗാവോം സെ ഹോക്കർ, അതായത് ഗ്രാമം വഴി. അതെവിടെ വന്നു? ഷഹർ പട്ടണം. ഗാവിൻ്റെ ഓപ്പോസിറ്റാണ് ഷഹർ. ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമം, ഷഹർ എന്ന് പറഞ്ഞ പട്ടണം. കി ഏക് ടങ്കിമേയും, ഏക് ടങ്കി ടാങ്കുമേയും ഗിർപടി വന്നു വീണു. ഇനി എന്ത് സംഭവിച്ചു നോക്കൂ 65ാമത്തെ പേജിൽ. വഹാം സെ നൽകെ അന്ധകാർ സെ ഗുസർ കർ, അവിടെ നിന്ന്, ആ ടാങ്കിൽ നിന്ന്. വഹാംസെ അവിടെ നിന്ന്. നൽ എന്താണ്? നെൽ പൈപ്പ്, നല്ലെന്ന് പൈപ്പ്. അന്ധകാർ ഇരുട്ട്. സെ ഗുസർ കർ, അപ്പം അവിടെ നിന്ന് എന്ത് ചെയ്തു? വഹാംസെ നൽകെ അന്ധകാർ സെ, പൈപ്പിൽ ആ ഇരുട്ടിൽ കൂടെ. ഗുസർ കർ കടന്നിട്ട്. മഷീനുമ്മയും ചക്കർ, ഏതോ ഒരു മെഷീനിൽ ചുറ്റിക്കറങ്ങിയിട്ട്. ചക്കർ ഗാക്കർ. ബേച്ചാരി ബൂന്ത്, പാവം ജലത്തുള്ളി. കി ലാച്ചാരി, പാവം ജലത്തുള്ളി. ഏക് ബോത്തൽ കെ ഭീതർ, അവസാനം അത് വന്ന് വീണത് എവിടെയാണ്? ഏക് ബോത്തൽ കെ ഭീതർ, ബോത്തൽ ബോട്ടിലിൻ്റെ, ഭീതർ അകത്ത്. അപ്പൊ നോക്കൂ. വഹാം സെ നൽകെ അന്ധകാർ സെ ഗുസർക്കർ, അപ്പം എന്താണ്? ഗ്രാമം വഴി പട്ടണത്തിലെ ഒരു ടാങ്കിൽ വന്ന് വീണു. ടാങ്കിൽ നിന്ന് നേരെ പൈപ്പ് വഴി, പൈപ്പിൻ്റെ അന്ധകാരത്തിൽ കൂടെ അത് എവിടെ വന്നു? മെഷീനിൽ കൂടെ ചുറ്റിക്കറങ്ങി ഒരു ബോട്ടിലിൻ്റെ അകത്ത് വന്ന് വീണു അല്ലേ. എങ്ങനെയായിരിക്കും അത്? അറിയായിരിക്കും നിങ്ങൾ. കൊക്കക്കോള, അതേപോലത്തെ പെപ്സി, അതേപോലത്തെ നിറമുള്ള പാനീയങ്ങളൊക്കെ നിങ്ങൾ കുടിച്ചു കാണും അല്ലേ. അപ്പം നോക്കിയേ, സ്വപ്നം കണ്ട് താഴെ വന്ന ബൂന്താണ്. ആ ബൂന്തിൻ്റെ അവസ്ഥ ഇപ്പം എന്തായി? ഒരു ബോട്ടിലിൻ്റെ അകത്തായി. അടുത്ത് വരുന്നു. अब वह दुकान के बाहर, ഇപ്പൊ അത് എവിടെയാണ്? കടയുടെ പുറത്താണ്. അബ് ഇപ്പോൾ ബൂന്ത്, ആ ബൂന്ത്. ദൂക്കാൻ കെ ബാഹർ, ദൂക്കാൻ കട, ദൂക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കട. കെ ബാഹർ പുറത്ത്. പ്യാരെ ബച്ചെ പ്യാരെ നഹി പ്യാസെ ദാഹിച്ച, പ്യാസെ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹിച്ച. ബെച്ചെ കുട്ടികൾ, ബൂഡെ വയസ്സായവർ. പ്യാസെ ബെച്ചെ ബൂഡെ സാമനെ സെ നികൽ ജാത്തെ. അപ്പോൾ ആ ബോട്ടിൽ ഇപ്പോൾ കടയുടെ പുറത്താണ്. അപ്പോൾ അതുവഴി ദാഹിച്ച കുട്ടികൾ പോകും, വയസ്സായവർ പോകും. നികൽ ജാന കടന്നു പോവുക. വഹ് ഉൻകി പ്യാസ് ബുച്ചാന ചാഹത്തി ഹെ, അവരെല്ലാവരും ദാഹം തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
വാങ്ങിക്കാൻ ഒരു മടി. എന്തായിരിക്കും വാങ്ങിക്കാൻ മടി? അപ്പം പ്രകൃതിദത്തമായി വരുന്ന ആ വെള്ളത്തിന് പലതരത്തിലുള്ള നിറങ്ങളും പലതും ഒക്കെ ചേർത്ത് ബോട്ടിലിൽ കുടിക്കാൻ വെച്ചിരിക്കും. അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കുടിക്കാൻ പറ്റുമോ? അതാണ് അങ്ങനെ സംഭവിച്ചത്. നോക്കൂ, അബ് വഹ് ദുക്കാൻ കെ ബാഹർ, ഇപ്പോൾ അത് കടയുടെ പുറത്താണ്. പ്യാസ് ബച്ചെ ബൂടെ സാമനെ സെ നികൽ ജാത്തെ ഹെ, ദാഹിച്ച കുട്ടികളും വയസ്സായവരും അതിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്നു. വഹ് ഉൻകി പ്യാസ് ബുച്ചാന ചാഹത്തി ഹെ, അവരെല്ലാവരും ദാഹം അടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലേക്കിൻ എന്നാൽ കുറച്ച് കുത്തുകളായിരിക്കും. എന്തായിരിക്കും ലേക്കിൻ? ചിലപ്പോൾ അവർക്ക് കുടിക്കണമെന്ന് ആഗ്രഹം കാണും. ചിലപ്പോൾ ഈ വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ ഇനി എന്തെങ്കിലും പറ്റുമോ, അങ്ങനത്തെ എന്തെങ്കിലും അവരുടെ മനസ്സിൽ കാണും. അതുകൊണ്ടാണ് കുത്ത്. മനസ്സിലായോ? അപ്പം ആ തുള്ളി സ്വപ്നം കണ്ടു അല്ലേ? സ്വപ്നം കണ്ട് അവിടെ മുകളിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ ലോകം, അതായത് ഈ ഭൂമി എന്ത് സുന്ദരമാണ്, പെട്ടെന്ന് എനിക്ക് അവിടെ പോകണം. അങ്ങനെ അത് എന്ത് ചെയ്തു? അവിടുന്ന് മഴയായിട്ട് താഴോട്ട് വന്നു. അവസാനം എന്ത് ചെയ്തു? ആ നദിയിൽ കൂടെ നീന്തി വയലിനെയൊക്കെ നനച്ച് അവസാനം ഗ്രാമം വഴി അതെവിടെ വന്നു? പട്ടണത്തിൽ ഒരു ടാങ്കിൽ വന്ന് വീണു. പിന്നെ ടാങ്ക് വഴി ആ പൈപ്പിൻ്റെ അന്ധകാരത്തിൽ കൂടെ ഒരു മെഷീനിൽ കൂടെ കറങ്ങി ഒരു ബോട്ടിൻ്റെ അകത്ത് വന്ന് വീഴുന്നു. അങ്ങനെ കടയിൽ പുറത്ത് വരെ എത്തിയ അത്. അപ്പോൾ ദാഹിച്ചവർ അവിടെ കൂടി പോകുന്നു, അവർക്ക് കുടിക്കണമെന്നുണ്ട്. എന്നാൽ ലേക്കിൻ അവർ കുടിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാണോ പെപ്സിയും കൊക്കക്കോളയൊക്കെ? ഇതൊക്കെ അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ വയറിന് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം തിളപ്പിച്ച് വേണം നമ്മൾ കുടിക്കാനുള്ളത്. ഗരം പാനി പീന ചാഹിയേ, ठंडा പാനി नहीं पीना चाहिए. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ പഠിച്ച ഗാന്ധിജിയുടെ സ്വപ്നം, കവിയുടെ സ്വപ്നം, പിന്നെ നമ്മുടെ ജലത്തുള്ളിയുടെ സ്വപ്നം, ഈ മൂന്നുപേരുടെയും സ്വപ്നം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗാന്ധിജി കണ്ട സ്വപ്നം മനസ്സിലാക്കണം. വീണ്ടും ഈ വീഡിയോയുടെ തുടക്കം മുതൽ നിങ്ങൾ കണ്ട് കേട്ടു അത് മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും ഗാന്ധിജി കണ്ട സ്വപ്നം എന്താണെന്ന്. പിന്നെ കവി കണ്ട സ്വപ്നം, ഇപ്പോൾ ഇതാ ബൂന്ത് കണ്ട സ്വപ്നം. അപ്പം ബാപ്പു കാ സപ്പന, फिर बूंद का कवि का सपना और बूंद का सपना, इन तीनों का सपना आप सब समझ लिया होगा. നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഇവർ മൂന്നുപേരും കണ്ട സ്വപ്നം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വേണ്ട രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് വരുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.